കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിലോ കുടിക്കണമെന്നുണ്ടെങ്കിലോ വെള്ളം തിളപ്പിക്കണമെന്ന് മുതൽ ഞാൻ ഒന്നും തുടങ്ങണം. വീട്ടിൽ തന്നെ ഉണ്ടായ മതിമുഖത്തിൽ നിന്ന് ഒരു കഷ്ണം ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിനകത്തിട്ട് തിളപ്പിക്കാൻ വെച്ചു. ഇനി വെള്ളം കുടിക്കാണ്ട് ചാവണ്ട. ദോശ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയില്ല. മറ്റേ അരി ഉഴുന്നൊക്കെ ഇട്ട് തലേന്നൊക്കെ ഇട്ട് ആട്ടി ഉണ്ടാക്കണം ആ ദോശയൊക്കെയുള്ള വകുപ്പ് എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഗോതമ്പ് ദോശയാണ് എൻ്റെ ലക്ഷ്യം. അത് വെള്ളത്തിൽ കലക്കി അങ്ങ് ചുട്ടാൽ മതി എന്നുള്ളതാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഈസി. ഇതൊക്കെ എന്ത്? അങ്ങനെ ഒരു പാത്രം എടുത്തു. ദോശയ്ക്കുള്ള മാവ് കണക്ക് കൂട്ടി പ്രൊഫഷണൽസിനെ പോലെയാണ് ഞാൻ ഇടുന്നത്. ഒരു ദോശയ്ക്ക് ഇത്രയും മാവ്, അടുത്ത ദോശയ്ക്ക് ഇത്രയും, അത് കഴിഞ്ഞിട്ട് ഇത്രയും, അങ്ങനെ ഒരു 4-4.5 ദോശയ്ക്കുള്ള മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് ഡിസ്ക്ലെയിമർ പറയും, കാരണം നിങ്ങളാരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യരുത്, അനുകരിക്കരുത്. എല്ലാവർക്കും ഒന്നും ഇത് പറ്റണമെന്നില്ല. ഓക്കെ. അങ്ങനെ ആവശ്യത്തിനുള്ള മാവ് എടുത്തതിന് ശേഷം ഇതിനെ ദോശമാവാക്കണമല്ലോ, കലക്കിയെടുക്കണമല്ലോ. നമുക്ക് പതിമുഖമിട്ട് തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് കലക്കിയടിച്ചാലാ അത് തന്നെ ആയിരിക്കും നല്ലത്. ചിലപ്പോൾ ദോശയ്ക്ക് ചെറിയ കളർ വരും, കുഴപ്പമില്ല. അങ്ങനെ തിളച്ച് തുടങ്ങിയ വെള്ളത്തിൽ നിന്ന് 1 കപ്പ് കോരിയെടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട്, ഉപ്പിടുമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഉപ്പ് വേണം എനിക്ക്. അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് ഞാനിതിനെ ദോശ മാവാക്കാനുള്ള ശ്രമമാണ്. പൊടിയായിട്ടിരിക്കുന്ന മാവിനെ ലിക്വിഡ് ഫോമിലേക്ക് ആക്കാനുള്ള ശ്രമത്തിനിടയിൽ ഞാനത് തിരിച്ചറിഞ്ഞു. ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ദോശ ചപ്പാത്തി ആയിക്കൊണ്ടിരിക്കണം. ശരിക്കും കുറച്ച് പൊടിയും കൂടി അങ്ങോട്ട് കുഴച്ചെടുത്ത് പരത്തി ചുട്ട് കഴിഞ്ഞാൽ ചപ്പാത്തിയാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കലക്കാൻ തന്നെ ഇത്രയും പാടുപെടുന്ന ഞാനിനി ഇതെടുത്ത് ഉരുട്ടി പരത്തി ചപ്പാത്തി ആക്കാമെന്നൊക്കെ പറയുന്നത് പറ്റില്ല. എനിക്കിത് ഇപ്പോൾ കഴിക്കാനുള്ള സാരമല്ല. നമ്മുടെ അടുപ്പിൽ ഇനിയും വെള്ളം തിളയ്ക്കുന്നുണ്ട്. അവിടെ നിന്ന് എടുക്കുക, ഒഴിക്കുക, കലക്കുക. സിമ്പിൾ. തിളപ്പിക്കാൻ വെക്കുന്ന വെള്ളം തീരുന്നു എന്നല്ലാണ്ട് ദോശമാവ് ആകുന്നില്ല. ഇത് എനിക്കറിയാൻ പാടില്ല. ഒടുവിൽ എങ്ങനെയൊക്കെയോ പട്ടിണി ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ച് ഞാനങ്ങ് ചെയ്ത് കലക്കി അതിനെ ഒരു കണ്ടിട്ട് ദോശമാവ് പോലെ ഇല്ലേ, ഞാൻ അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഡിസൈൻ പുള്ളി വർക്കൊക്കെയുള്ള പാത്രത്തിൽ തന്നെയാണ് ഇവിടെ ദോശ ഉണ്ടാക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ നോക്കിയിട്ട് വേറെ പാത്രമൊന്നും കണ്ടില്ല. എന്തായാലും ഞാൻ അതിനെ എടുത്ത് വെറുതെ ഒന്ന് കഴുകിയിട്ട് സ്റ്റൗവിൽ വെച്ചു, തീ ഇട്ടു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇത് നോൺ സ്റ്റിക്കാണ്, ഇതിനകത്ത് എണ്ണ ഒഴിക്കുമോ എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ഒഴിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടിണി ദൈവങ്ങൾ നമ്മുടെ വിളി കേട്ടതുകൊണ്ട് ദോശമാവിൻ്റെ രൂപത്തിലെത്തി. ഇനി നമുക്ക് ദോശ ദൈവങ്ങളെ പ്രാർത്ഥിക്കാം. എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് തോന്നുന്നില്ല. ഇത് ദോശ പോലെ എനിക്ക് തോന്നണില്ല, നിങ്ങൾക്കും തോന്നില്ലായിരിക്കും. അമീബ പോലെ ഉണ്ടല്ലേ. ചില ദിവസങ്ങളിലൊക്കെ അമ്മ ഇങ്ങനെ ദോശ ഇടുന്ന സമയത്ത് ഇങ്ങനെ അടച്ചു വെക്കണം കണ്ടിട്ടുണ്ട്. അടച്ചു വെക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഓട്ടോ വരും. ഇതിലും വരുത്തി ഞാൻ. ഇതിനിടയ്ക്ക് ഒരു ചെറിയ ദോശയ്ക്കുള്ള മാവ് ഈ പാത്രത്തിലോട്ട് ഒഴിക്കണ സാധനം കണ്ടായിരുന്നോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ? അത് ആ ദോശ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ആ രഹസ്യം എന്നോടൊപ്പം മണ്ണിലലിഞ്ഞ് ചേരട്ടെ. ശരിക്കും ദോശ വട്ടത്തിൽ തന്നെ ഇരുന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇത് വേവുക, ഇത് അങ്ങനെ കിട്ടുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്. അതാണ് നമ്മുടെ ശ്രമം. പക്ഷേ ഇത് കല്ലിൽ നിളകണില്ല, ഭയങ്കര ഒട്ടൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ബാറ്റർ അങ്ങോട്ട് ശരിയായിട്ടില്ല എന്നാണ്. തോന്നലല്ല, എനിക്കറിയാം. എന്നാലും എന്തോ എവിടെയോ മൊത്തത്തിലൊരു തകരാറ്. അടച്ചും തുറന്നും അടച്ചും ഒക്കെ ഞാൻ പല രീതിക്ക് ഇതിനെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കണില്ല. ഇതിനിടയ്ക്ക് അടുപ്പിനിടയ്ക്ക് ഫോൺ കൊണ്ടുവച്ചിട്ട് അത് ചൂടായി. എന്തായാലും നന്നായി. അതുകൊണ്ട് ഈ ദോശയ്ക്ക് എന്ത് പറ്റി നിങ്ങൾ കാണാതെ പോകും. ഫോൺ ഓഫായി പോയി, ഹീറ്റായിട്ട് ക്യാമറ ഓൺ ആവണില്ല. പക്ഷേ ഞാൻ അതിനെ സെറ്റാക്കി എടുത്തു ഒരു ദോശ രൂപത്തിലേക്ക്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ഓട്ടയൊക്കെ ഉണ്ടാവും, സാരമില്ല. ഒന്നാമത്തെ ദോശ വിജയിച്ച സ്ഥിതിക്ക് രണ്ടാമത്തെ ദോശയ്ക്കുള്ള അഹങ്കാരം എനിക്ക് വന്നു. ഞാനത് ചെയ്തു. നോക്കൂ, വട്ടത്തിൽ വരുന്നത് നോക്കൂ. ഈ കല്ലിൽ കിടന്ന് ഷേപ്പ് ആവണതേ ഉള്ളൂ. ഇത് തിരിച്ച് പാത്രത്തിലോട്ട് വരില്ല ഷേപ്പിൽ. അതെന്താ അതങ്ങനെ? ഇങ്ങനെ പരത്തുന്ന സമയത്ത് ഓട്ടയൊക്കെ വന്നാൽ നമ്മളത് കുറച്ച് മാവൊക്കെ ഒഴിച്ച് അടച്ചു വെക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഇത് പ്രൊഫഷണൽസിന് മാത്രം വരുന്നൊരു പരിപാടിയാണ്. ആരും വീട്ടിൽ ട്രൈ ചെയ്യരുത് കേട്ടോ. ഇത് കൊള്ളാമല്ലേ, ഇത് കാണാൻ രസമുണ്ടല്ലേ. ഒരട്ട് മലർത്തേടി പോയി പരിപാടി തീർന്നു. അങ്ങനെ നമ്മൾ കാരമൽ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണം. താങ്ക് യു. ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല. നോക്ക്, ഇത് കാണാൻ എന്ത് രസം. പക്ഷേ മറുപുറം അത് ഭീകരമാണ്. പക്ഷെ വലിയ കയ്പൊന്നുമില്ലായിരുന്നു കേട്ടോ, സത്യമായിട്ടും. അങ്ങനെ ഞാൻ ബാക്കിയുള്ള ദോശമാവിനെ, അതായത് ആ കലക്കിയ ആ സാധനത്തിനെ കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് മാറ്റി. കറി വെക്കുക എന്ന് പറയുന്നത് ഇനി ഒരു ചടങ്ങായതുകൊണ്ട് വെറുതെ ഒരു മുട്ട പുഴുങ്ങി, അമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫ്രിഡ്ജിലിരിക്കണ ഇഞ്ചിക്കറി, എനിക്കത് മതി. എനിക്ക് ദോശ ഇഞ്ചിക്കറിയും ഭയങ്കര ഇഷ്ടമാണ്. നല്ല കോംബോ ആണ്. വിശന്നിരിക്കുമ്പോൾ നമുക്കതൊക്കെ അടിപൊളിയായിരിക്കും. പെട്ടെന്ന് കഴിച്ചിട്ട് വേണം എനിക്ക് അലക്കാൻ പോകാൻ. അധികമൊന്നുമില്ല, 2-3 അതോടെ അലക്കിയിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? ഞാൻ എന്ത് ഉണ്ടാക്കും? എനിക്കറിയാൻ പാടില്ല.